എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ദൈവം നമുക്ക് ഡിസംബർ മാസത്തിൽ ഒരു തിങ്കളാഴ്ച കൂടി ദാനം തന്നു. ഈ ഒരാഴ്ച മുഴുവനും നമ്മൾ ജീസസ് സവേരിയുടെ അതിരാവിലെ എഴുന്നേറ്റ് കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ട് ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസത്തിലും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ തന്നില്ലേ. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ വീഴും, എന്നാൽ ഞാൻ എഴുന്നേൽക്കും. എനിക്ക് അബദ്ധങ്ങൾ പറ്റും, എന്നാൽ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഞാൻ നല്ല പാഠങ്ങൾ പഠിക്കും. ഞാൻ തോൽക്കാൻ എന്നെ അനുവദിച്ചു കൊടുക്കില്ല. വേദപുസ്തകവുമായിട്ട് ആ ഭാഗം തട്ടിച്ചു നോക്കിയാൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു. മാത്രമല്ല, ഞാൻ വീണാലും ഞാൻ എഴുന്നേൽക്കുമെന്ന് ഒരാൾ പറയണമെങ്കിൽ വീണിട്ടും എഴുന്നേറ്റവരുടെ ചരിത്രങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം. അതറിഞ്ഞു കഴിയുമ്പോഴാണ് അതവന് ബലവും പ്രചോദനവുമായി മാറുന്നത്. എട്ടുകാലി എത്രയോ പ്രാവശ്യം വല കെട്ടാറുണ്ട്. ഓരോ പ്രാവശ്യവും വല കെട്ടി കഴിയുമ്പോൾ അത് വല കെട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ 2-3 പ്രാവശ്യം അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് പോകും. ചിലപ്പോൾ അത് നമ്മുടെ തലയിലിരിക്കും, അല്ലെങ്കിൽ അത് വേറെ വഴിക്ക് വലിഞ്ഞു കയറി വേറെ സ്ഥലത്തിരിക്കും. വീണ്ടും വല കെട്ടും, വീണ്ടും നമ്മുടെ വീട്ടിൽ ഒരാൾ ആ വഴി പോകാം. എങ്കിലും അത് വലകെട്ടൽ നിർത്തുന്നില്ല, തോറ്റുകൊടുക്കുന്നില്ല. പ്രകൃതിയിലെ ഓരോ ജീവികളും തോൽവി ഇന്നുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അവർക്കൊരു കാര്യം അറിയാം, അവർ വിജയിക്കും. അവരൊരിക്കലും വളരെ പ്രചോദനം ലഭിക്കുന്ന പുസ്തകം വായിച്ചത് നമുക്ക് അറിയില്ല, അവർ ചെയ്തിട്ടില്ല. അവർക്കൊരിക്കലും ജീവിതത്തിൽ മറ്റുള്ളവർ പ്രചോദനം നൽകാറുമില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് പരാജയപ്പെട്ടവരുടെ കഥയറിയില്ല. അവർക്ക് പരാജയം എന്നുള്ള വിഷയം അറിയില്ല. പരാജയം മൊത്തം അറിയാവുന്നത് മനുഷ്യർക്കാണ്. ഭൂമിയിൽ വേറെ ഒരു ജീവിക്കും പരാജയം എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അവർ പരാജയപ്പെടാത്തത്. പരാജയത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ് പലരും. പരാജയം ഓർത്ത് ഭയപ്പെടുന്നവരാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ ദൈവം നമുക്ക് കൃപ തരും. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ അസാധ്യങ്ങൾ സാധ്യമേ ദേവാ ഉങ്ക വാർത്തയാലേ அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு. அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே
அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயரும் என்னில் நிலைவரமான எல்லா புகழும் எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயரும் என்னில் நிலைவரமானவர்க்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு. ഈ ആഴ്ചയിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായമാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. യേശു പറയുകയാണ്, എനിക്ക് ഒത്തിരി കാര്യം നിങ്ങളോട് പറയാനുണ്ട്. യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് രോഗികളെ സൗഖ്യമാക്കാനോ മരിച്ചവരെ ഉയർപ്പിക്കാനോ അല്ല. യേശു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പൊതുജനത്തോട് പ്രസംഗിക്കുവാനും അല്ല. യേശു ഏറ്റവും വളരെയധികം കരുതി ശ്രദ്ധയോടെ ചെയ്തതും ആഗ്രഹിച്ചതും താൻ തിരഞ്ഞെടുത്തവരുടെ കൂടെ സമയം ചെലവഴിച്ച് അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനാണ്. യേശു ഏറ്റവും കൂടുതൽ അവരോട് സംസാരിച്ചു. യേശു സംസാരിച്ച് 2-3 ദിവസമൊക്കെ പോയതൊക്കെ നമുക്കറിയാം. ഇത് തന്നെയാണ് പൗലോസും ഫോളോ ചെയ്തത്. പൗലോസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംസാരിച്ച് ഒരുത്തൻ ഉറക്കം തൂങ്ങി, ഒരു ചെറുപ്പക്കാരൻ 3-ാം നിലയിൽ നിന്ന് താഴെ വീണു. അപ്പം 3 നില നിറച്ച ആൾക്കാരാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായി. അവനെ പൗലോസ് ചെന്ന് വീണ് അവൻ്റെ മേൽ തഴുകി അവനിൽ ജീവനുണ്ടെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും നേരം വെളുക്കുവോളം പ്രസംഗിച്ചു. എന്നിട്ട് അദ്ദേഹം പുറപ്പെട്ടു പോയത്. അതായത് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത വചനം എത്രത്തോളം സംസാരിക്കുമോ അത്രത്തോളം ദൈവരാജ്യം വലുതായിക്കൊണ്ടിരിക്കും. ഹൃദയങ്ങൾ വിശാലമായിക്കൊണ്ടിരിക്കും. ഇടുക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കും. യേശു പറയുകയാണ്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഒത്തിരി കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാപ്തി ഇപ്പോൾ നിങ്ങൾക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രാപ്തി ഉണ്ടാകും. ഞാൻ ആ വാക്യം ഒന്നുകൂടി വായിക്കാം. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. കാരണം അവർ വീണ്ടും ജനിച്ചവരല്ലായിരുന്നു. അതായത് യേശു അവരുടെ കൂടെയാണ് നടക്കുന്നതെങ്കിലും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കത്തക്കവണ്ണം യേശു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു. യേശു മരിച്ച് ക്രിസ്തുവായി വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. കാൽവരി ക്രൂശ് മരണത്തിലൂടെയാണ് മാനവജാതിയുടെ വീണ്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ജനം വീണ്ടെടുക്കപ്പെടാത്ത ജനമാണ്. കർത്താവ് തിരഞ്ഞെടുത്തെങ്കിലും വീണ്ടെടുക്കപ്പെടണമെങ്കിൽ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു ക്രൂശിൽ മരിക്കണം, യേശു ഉയർക്കണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ, ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ, അങ്ങനെ വിശ്വസിച്ചവരാണ് 3000 പേർ സ്നാനപ്പെട്ടത്. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ സഭയുടെ ആരംഭം അതാണ്. അതിനു മുമ്പ് സഭയില്ല.
പരിശുദ്ധാത്മാവ് വരാതെ ഒരു സഭയുടെ ചരിത്രവും തുടങ്ങുന്നില്ല. വീണ്ടും ജനിച്ചവരിൽ പരിശുദ്ധാത്മാവ് വരും. അത് എന്നേക്കും ഇരിക്കാൻ വരും. രക്ഷിക്കപ്പെട്ട ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായി മാറുമെന്നാണ് യേശു കർത്താവ് ഇവരോട് പറയുന്നത്. എനിക്ക് വളരെ പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള പ്രാപ്തിയില്ല. യേശു മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞു, പുതിയ തുരുത്തി, ആ തുരുത്തിയിലാണ് പുതിയ വീഞ്ഞ് പകരുന്നത്. പഴയ തുരുത്തിയിൽ കൊണ്ടുപോയി പുതിയ വീഞ്ഞ് പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. കാരണം അന്നത്തെ തുരുത്തികൾ തുകൽ തുരുത്തികളാണ്. തുകൽ തുരുത്തിയിൽ ആദ്യമായിട്ടൊരു വീഞ്ഞ് പകർന്നാൽ വീഞ്ഞതിനെ വലുതാക്കി വികസിപ്പിച്ച് മാക്സിമം ടൈറ്റാക്കി നിർത്തും. അത് കഴിഞ്ഞാൽ വേറെ പുതിയ വീഞ്ഞ് അതിലൊഴിച്ചാൽ പിന്നെ വികസിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അത് പൊളിഞ്ഞ് കീറി അതിലൂടെ ആ മുന്തിരിച്ചാറ് ഒഴുകിപ്പോവും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തി, വികസിക്കാൻ പറ്റിയ തുരുത്തിയിൽ പകർന്നു വെക്കണം. പഴയ തുരുത്തി കൊണ്ടുവന്ന് പുതിയ വീഞ്ഞ് പകർന്നിട്ട് കാര്യമില്ല. ന്യായപ്രമാണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ മനുഷ്യനിൽ എത്ര വേണമെങ്കിലും പറയാം. പഴയ മനുഷ്യനോട് ഇതെല്ലാം പറഞ്ഞാൽ അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നാൽ പുതിയ മനുഷ്യൻ, വീണ്ടും ജനിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പഴയ മനുഷ്യനേക്കാൾ 1000 മടങ്ങ് ശക്തനാണ്. മോശയേക്കാൾ, ഏലിയാവിനേക്കാൾ, ഏലീശയേക്കാൾ ഒക്കെയും വളരെ 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 ശ്രേഷ്ഠനാണ്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യേശു അതിനു മുമ്പ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ വെളിച്ചമാണോ? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നാൽ യോഹന്നാൻ കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു. വിളക്ക് കെടും, കാറ്റത്ത് കെടും. വെളിച്ചം സൂര്യനെ കെടുത്തി കളയാൻ കഴിയുമോ? സൂര്യൻ ഒരു വെളിച്ചമാണ്. ഇതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വിളക്കല്ല. പഴയ നിയമത്തിൻ്റെ അവസാന കണ്ണിയായി യോഹന്നാൻ വരെ വിളക്കുകളായിരുന്നു. മോശ ഒരു വിളക്കായിരുന്നു, സാമാന്യം നല്ല വലിയൊരു വിളക്കായിരുന്നു. യോശു ഒരു വിളക്കായിരുന്നു, കനാനിലേക്ക് ആ വെളിച്ചം കൊണ്ടുപോയി. ഏലിയ ഒരു വിളക്കായിരുന്നു. പഴയ നിയമത്തിലുള്ളവരെല്ലാം ഒരു വിളക്കായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങളെ തിരിച്ചറിയണം. അതുകൊണ്ട് മോശയെ പോലെ എന്നെ ആക്കണേ, ഏലിയാവിൻ്റെ ഇരട്ടി എനിക്ക് തരണേ, ഇതൊക്കെ ചോദിക്കുന്നതല്ല പുതിയ നിയമം. പുതിയ നിയമം അതിനേക്കാളൊക്കെ മുകളിലാണ്. യേശു പറഞ്ഞത്, ഞാൻ ചെയ്തതിനേക്കാൾ വലിയവ നിങ്ങൾ ചെയ്യുമെന്നാണ്. ഏലിയാവ് ചെയ്തതിൻ്റെ വലിയത് ചെയ്യാനല്ല നമ്മെ വിളിച്ചത്. മോശയുടെ ഇരട്ടി ചെയ്യാനുമല്ല, 10 ഇരട്ടി ചെയ്യാനുമല്ല, ശലോമോന്റെ ജ്ഞാനത്തിൽ ജീവിക്കാനുമല്ല നമ്മെ വിളിച്ചത്. ശലോമോന്റെ ജ്ഞാനം സൂര്യൻ്റെ കീഴെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം. എന്നാൽ പൗലോസിൻ്റെ ജ്ഞാനം ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന ജ്ഞാനം. ജ്ഞാനത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. യേശു വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇതാ ശലോമോനേക്കാൾ വലിയവൻ. അപ്പോൾ നമ്മൾ അറിയേണ്ട കുറേ മാറ്റങ്ങൾ വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പ്രാർത്ഥിക്കരുത്, അറിഞ്ഞ് പ്രാർത്ഥിക്കണം, അറിഞ്ഞ് പറയണം. അപ്പോൾ ഇവിടെ യേശു കർത്താവ് പറയണത്, എനിക്ക് നിങ്ങളോട് ഒത്തിരി പറയാനുണ്ട്. അത് പറയാൻ, അത് കേൾക്കാൻ, അത് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി നിങ്ങൾക്കില്ല. വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലതൊക്കെ ഉൾക്കൊള്ളാനേ കഴിയില്ല. ചില കാര്യങ്ങൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം ഈ ശിഷ്യന്മാർ ഉൾക്കൊള്ളുന്നില്ല. യേശു നേരിട്ട് വന്നിട്ട് പോലും അവർക്ക് സംശയം. ചിലരോ സംശയിച്ചെന്ന്,
മത്തായി 28 വായിക്കുന്നു. ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ചില്ല. ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരും മടങ്ങിവെന്ന് പറഞ്ഞത് വിശ്വസിച്ചില്ല. യേശു അവരുടെ ഹൃദയകാഠിന്യത്തെ ശാസിച്ചെന്നാണ് മർക്കോസ് 16 പറയുന്നത്. അതായത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ദൈവം കാര്യങ്ങളെ ചെയ്യുന്നത് അവിടെയെല്ലാം കാണാം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കുമ്പോൾ അവിടെ അവർ വിശ്വസിച്ചില്ല എന്നൊരു വാക്കില്ല. ഞങ്ങൾക്കുള്ളത് തരുന്നു, ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്കുണ്ട്, യേശു ഞങ്ങളുടെ കൂടെയാണ്. അവർക്ക് നല്ല ഉറപ്പായി. പരിശുദ്ധാത്മാവ് വരാതെ ഒരു വ്യക്തിക്കും അവരുടെ ജീവിതം സമ്പൂർണമാകുന്നില്ല. ഈ രക്ഷിക്കപ്പെട്ട പലരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തത് അവരിയ്ക്കുന്നില്ല, അവർ കാത്തിരിക്കുന്നില്ല. അവരൊന്ന് നോക്കും, 3 ദിവസമൊക്കെ ഒന്ന് ഉപസിച്ച് നോക്കും. ഞാൻ 1 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 1 വർഷം രാത്രി ഒട്ടും ഉറങ്ങാതെ നേരം വെളുക്കുന്നവരെ ഇരിക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ വളരെയധികം വില നമ്മൾ മുടക്കേണ്ടി വരും. ഒറ്റ വാക്ക് പറഞ്ഞാൽ രക്ഷയൊഴികെ സകലത്തിലും നമ്മൾ വളരെ വില മുടക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഒരു കാരണവശാലും നാം പിന്തിരിയരുത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാപ്തരായി മാറും. പിന്നെ യേശു പറഞ്ഞത് മുഴുവനും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഫിലിപ്പോസിനെ ഷണ്ണൻ്റെ ആ തേരിലോട്ട് കയറ്റിയത്. ഷണ്ണൻ വീണ്ടും ജനിച്ചവനല്ല. ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു, അവൻ വീണ്ടും ജനിച്ചു, സ്നാനപ്പെട്ടു. ഇതാ അവൻ അഭിഷേകം പ്രാപിച്ച ഫിലിപ്പോസ് അവന് വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചു കൊടുത്തു. ദൈവവചനം മനസ്സിലാകണമെങ്കിൽ നല്ല ബൈബിൾ ഉണ്ടായാൽ പറ്റില്ല. ഇംഗ്ലീഷ് അറിഞ്ഞാലും ഹീബ്രുവും ഗ്രീക്കും അറിഞ്ഞത് വ്യാഖ്യാനിക്കാനും അത് നോക്കിയാലും ആ ഹീബ്രുവിലും ഗ്രീക്കിലും ഇത് എഴുതിയത് ആ ഭാഷയിലാണ്. അപ്പോൾ മൂലഭാഷ വായിച്ചത് കൊണ്ടൊന്നും ഇത് മനസ്സിലാകില്ല. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിനെ പ്രാപിക്കാതെ നിങ്ങൾക്കും എനിക്കും ഇത് വിശ്വാസമായി കൂടി വ്യാപരിക്കില്ല. ഇത് ഉപകാരമായി തീരണമെങ്കിൽ വായിക്കാം. ക്രിസ്ത്യാനി എന്ന നിലയിൽ എല്ലാവരും ഈ പുസ്തകം വായിക്കും. എന്നാൽ ചിലർക്കിത് വിശ്വാസമായി മാറും. വായിച്ച ഭാഗത്ത് നിന്ന് അവരുടെ വീട് പണിയാനുള്ള, അവരുടെ ജീവിതത്തെ പണിതെടുക്കാനുള്ള, അവരുടെ ഭാവിക്ക് വേണ്ടത് ഒരു താളിൽ നിന്ന് തന്നെ പല കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഉപദേശിമാർക്ക് പ്രസംഗം തയ്യാറാക്കാനുള്ള താളുകളല്ല ഈ ബൈബിളിലുള്ളത്. കേൾക്കുന്നവരുടെ വിശ്വാസത്തെ കുലുക്കുന്ന, അവരെ എല്ലാ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശേഷിയുള്ളതാണ് ബൈബിൾ, ദൈവവചനം. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാണ്. ഈ വചനം പരിശുദ്ധാത്മാവിൽ വായിക്കണം. യോങ്കിച്ചോ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായിരുന്ന അദ്ദേഹം പറയും, പരിശുദ്ധാത്മാവേ, അങ്ങെഴുതിയ വചനം അങ്ങയുടെ കൃപയാൽ എനിക്കും ഗ്രഹിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു വായിച്ചു. അത് അദ്ദേഹത്തെ വിശ്വാസ വീരനാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ 4th ഡൈമെൻഷൻ എന്ന ബുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വാങ്ങണം, വായിക്കണം. മലയാളത്തിൽ വിശ്വാസത്തിൻ്റെ അത്ഭുത രേഖ. PG വർഗീസ് എന്ന അദ്ദേഹം, ഡോക്ടർ PG വർഗീസ് എന്ന അപ്പോസ്തലൻ അത് പരിഭാഷപ്പെടുത്തി. കഴിയുമെങ്കിൽ ആ പുസ്തകം നിങ്ങൾക്ക് കയ്യിലിരിക്കുന്നത് അനുഗ്രഹമാണ്. ഒരു ദൈവവേലക്കാരൻ, ഒരു ദൈവവേലക്കാരി അത് കയ്യിൽ സ്ഥിരമായി കരുതുന്നത് ബൈബിൾ കഴിഞ്ഞാൽ അടുത്തതായിട്ട് വായിക്കേണ്ട പുസ്തകം. ഒന്നുമില്ലാത്തൊരുവൻ വേദപുസ്തകം വായിച്ച് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പള്ളി പണിത ഒരു ചരിത്രം നിങ്ങൾ വായിക്കണം. വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ വീടിനെ മാറ്റിമറിക്കാനുള്ളത് മുഴുവൻ ഈ ബൈബിളിലുണ്ട്. എന്നിട്ട് വീടിനെ മാറ്റിമറിക്കാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിൽ ബൈബിൾ വായിക്കാത്തതാണ്. അതിനുള്ള കൃപ ദൈവം തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ട വചനം ഈ കേട്ടവർക്ക് പ്രായോഗികമാക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരമാക്കണമേ. വചനത്തിൻ്റെ ശക്തിയും
വചനത്തിൻ്റെ മർമ്മങ്ങളും ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരണമേ. ദൈവവചനം വായിക്കാൻ കഴിയാതെ കാഴ്ചയുടെ പ്രശ്നമുള്ളവരുടെ കണ്ണുകൾ തുറന്നു വരട്ടെ. കണ്ണുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഏകാഗ്രതയോടെ ബൈബിൾ വായിക്കാൻ കഴിയാതെ അസ്വസ്ഥപ്പെടുത്തുന്ന തലവേദനകൾ, മൈഗ്രെയിനുകൾ എല്ലാം സൗഖ്യമാകട്ടെ. ദൈവസന്നിധിയിലിരിക്കാൻ ഉള്ള ഒരു പരിശീലനം ഈ മക്കളുടെ മേൽ വരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ആഴ്ച മുതൽ വേദപുസ്തകം കൂടുതൽ പ്രാർത്ഥനയോടെ ആത്മാവിൽ വായിച്ച് ശക്തരായി മാറാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത്